ധ്യാനം എന്ന് പറയുന്നത് ഈ അഷ്ടാംഗയോഗത്തിൻ്റെ ഒരു തലത്തിലെത്തിക്കഴിയുമ്പോഴാണ് ധ്യാനം തുടങ്ങുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. ഈ ധ്യാനം എന്ന് പറയുന്നത് നമ്മളുടെ എന്താണോ നമ്മളുടെ ആത്മശക്തി, അല്ലെങ്കിൽ ആത്മവൈഭവം, നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മസമ്മാനം, നമ്മളുടെ കഴിവ്, ടാലൻ്റ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് ധ്യാനം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുക എന്നുള്ളതാണ് ധ്യാനം എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു വശം. അപ്പോൾ എങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്? ദൈവത്തെ കാണണമെങ്കിലും ദൈവത്തെ സേവ ചെയ്യണമെങ്കിലും ധ്യാനം അതിനൊരു ഉപാധിയല്ല. ധ്യാനം നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ആ റൂട്ട് ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ ലക്ഷ്യത്തെ നമ്മൾ എത്രയും പെട്ടെന്ന് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യേയ വസ്തുവിൽ തന്നെ, ആ ലക്ഷ്യത്തിൽ തന്നെ ചിത്തത്തെ നിർത്തിക്കൊണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് നടന്നെടുക്കുക എന്നുള്ള രീതിയിലാണ് ധ്യാനം വരുന്നത്. അപ്പോഴാണ് ആധുനികതയിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെയാണ് ധ്യാനത്തിൻ്റെ ഒരു ഇത്. ആ ധ്യാനത്തിലൂടെ നമ്മൾ നേടുന്നത് ധാരണയാണ്, അതൊരു ധരിക്കലാണ്. ഇപ്പോൾ ഒരു രീതി എന്ന് പറഞ്ഞാൽ ധ്യാനം കൂട്ടായിട്ട് നടക്കുന്നു, ധ്യാനം ദൈവത്തെ കാണാനാണെന്നുള്ള ഒരു ധാരണയുണ്ടാകുന്നു. എല്ലാ സിലബസും പോലെ തന്നെ ഒരു സിലബസ് മാത്രമാണ് തിയോളജി. അത് പഠിക്കേണ്ട വിഷയമാണ്. അപ്പോൾ മാത്രമാണ് ഈ ഷഡ് ഭാവങ്ങളിൽ മിന്നിമറിയുന്ന, ഷഡ് ഋതുക്കളായിട്ട് മിന്നിമറിയുന്ന ദേവഭാവങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ദൈവികതയെ, ആ ദ്രവീകതയെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഏറ്റവും നല്ല ദ്രവ്യത്തിൻ്റെ പരിശുദ്ധിയായിട്ട് നമുക്ക് ജീവനേകുന്ന ജൈവത്തിൻ്റെ കണ്ടൻ്റായിട്ട് അതിന് മാറുമ്പോൾ മാത്രമാണ് നമുക്കതിനെ സംരക്ഷിക്കാനും ആരാധിക്കാനൊക്കെ കഴിയുന്നത്. അത് ഒരു പാഠ്യപദ്ധതിയുടെ സിലബസ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ത്രികാലത്തെക്കുറിച്ചും ഈ 6 ഭാവങ്ങൾ ഒരു ദിവസം മിന്നിമറയുന്ന ഷഡ്ഋതുക്കളെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ധ്യാനം ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മളെന്താണ്, നമുക്കെന്താണ് ചെയ്യാനുള്ളതെന്നുള്ള ധാരണയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ധ്യാനം എന്ന് പറയുന്ന ധന്യമായിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്കുള്ള ചിന്താപദ്ധതി മാത്രമാണ് ധ്യാനം. അതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വേദങ്ങളിൽ പറയുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ എത്രയാ 8 അവസ്ഥകളോ ധ്യാനം അവസാനം പറഞ്ഞൊന്നുകൂടെ പറയാമോ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന എല്ലാം ആ പ്രത്യാഹാരത്തിൽ വരും. നമ്മൾ കഴിക്കുന്ന ആഹാരം മാത്രമല്ല, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, രുചിക്കുന്നത്, എല്ലാം മണക്കുന്നത്, എല്ലാം സ്പർശിക്കുന്നതൊക്കെ പ്രാധാന്യമുണ്ട്. നമ്മളെവിടെ ഇരിക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഷാപ്പിലാണ്, അല്ലെങ്കിൽ ഒരു ബാറിലാണെങ്കിൽ ഇതിൻ്റെ തലം മാറി. അപ്പോൾ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് എന്ന് വരെയും അതിന് വ്യത്യാസമുണ്ട്, ഒരു തലം വ്യത്യാസമുണ്ട്. കലാപാന്തരീക്ഷമായിട്ടുള്ള ഒരു സ്ഥലത്താണോ, ഈ ഒരു യുദ്ധപ്രതീതിയുള്ള സ്ഥലത്താണോ നമ്മൾ ഇരിക്കണമെങ്കിൽ ആ ഇരിപ്പും മാറും. അതുകൊണ്ടാണ് ആസനത്തിന് പ്രാധാന്യമുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. ശ്വസന സാധ്യമാണെങ്കിൽ നല്ല ആസനത്തിൽ ഇരുന്നാൽ മാത്രം, നല്ല സ്പേസിൽ ഇരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ സഹസ്രതല പത്മത്തിൽ ഇരിക്കുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അത്രയും സാത്വികമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ മാത്രമാണ് നല്ല രീതിയിലുള്ള ചിന്താപദ്ധതികൾ, ധ്യാനം വരുന്നത്. അപ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ കഴിഞ്ഞിട്ടാണ് സമാധി. ധാരണയിലൂടെ സമാധി എന്ന് പറയുമ്പോൾ ഈ മഹാവൈഷ്ണവ ശക്തിയുടെ അതേ അവസ്ഥയിലേക്ക് നമ്മളുടെ ധിയെ എത്തിക്കുക എന്നുള്ളത്. അതായത് വിഷ്ണു ആണ് ഈ വൃക്ഷലോകം, വൈഷ്ണവലോകം. ആ വൈഷ്ണവലോകത്തിൻ്റെ അതേ തലത്തിലേക്ക്, സാത്വികതയിലേക്ക് നമ്മൾ മനസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഇത്. അഷ്ടാംഗയോഗം മനസ്സിന് വേണ്ടിയിട്ടുള്ള സിലബസാണ്. അപ്പോഴാണ് യോഗ്യതലം നമുക്ക് എത്തുള്ളൂ, നമ്മൾ യോഗിയാകുന്നത്. അഷ്ടാംഗയോഗം പഠിക്കുമ്പോഴാണ് നമ്മൾ യോഗിയാകുന്നത്. അപ്പോൾ മുഴുവൻ രോഗത്തെയും, പ്രപഞ്ചത്തിൻ്റെ രോഗത്തെയും, ഒരു വ്യക്തിയുടെ രോഗത്തെയും ഒക്കെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു യോഗ്യതലത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോഴാണ്. അപ്പോൾ ആ യോഗ്യതലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ
ഈ ധ്യാനം, അത് കഴിഞ്ഞിട്ടുള്ള ധാരണ, പിന്നെ സമമായിരിക്കുന്ന സമാധി എന്ന് പറഞ്ഞാൽ സ്ത്രീയെയും പുരുഷനെയും എല്ലാത്തിനെയും സർവ്വതിനെയും വിരൂപതയെയും സ്വരൂപതയെയും സൗന്ദര്യത്തെയും എല്ലാം ഒരുമിച്ച് ഒരുപോലെ കാണുവാനുള്ള ശേഷിയാണ്, ഒന്നായി കാണുവാനുള്ള ശേഷിയാണ്. ഞാൻ പറയാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ വേദങ്ങളിനകത്ത് ഇതിങ്ങനെ ഒരു ക്രമമായിട്ട് ഇങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 1, 2, 3 ഈ സ്റ്റെപ്പുകളെല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരാൾ, അതായത് ഇതൊക്കെ ശരിയായ രീതിയിൽ പഠിക്കാത്ത ഒരാൾ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. കടന്നു പോകുന്നുണ്ട്. പലതും അദ്ദേഹം സ്വായത്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ ആസ്വദിക്കുന്നുണ്ടാകാം, ആസ്വദിക്കില്ലായിരിക്കാം. പക്ഷെ ഇതിനകത്ത് എല്ലാം കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്കാണ്, ഇതിൽ നിന്ന് ഇതിലേക്കാണ്. കാരണം ഇതിനെ ഒന്നും തിയററ്റിക്കലി മനസ്സിലാക്കാത്ത ഒരാളിന് ഞാൻ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാകില്ല. പക്ഷേ ഈ അവസ്ഥകളിലൂടെയൊക്കെ അദ്ദേഹം കടന്നു പോകുന്നുണ്ടാവും. കാരണം ഞാൻ അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ സന്തോഷിച്ച് പറഞ്ഞിരിക്കുന്ന ഈ പല അവസ്ഥകളാണ്, ഞാൻ ഇതിലാണ് എന്ന് ചിലപ്പോൾ ഞാൻ തിയററ്റിക്കലി മനസ്സിലാകുന്നുണ്ടാകുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫ് അതുമായിട്ട് നമ്മളറിയാതെ തന്നെ ഈ സിലബസിൽ വരും. നമ്മളിത് പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ അറിയാതെ വന്നു ഭവിക്കുന്നത് കൊണ്ടാണ് ഇത് ശാസ്ത്രമായിട്ട് നിൽക്കുന്നത്. ഇതൊരു വേൾഡ് സിലബസ് ആണ്, ഇത് പ്രകൃതിയുടെ നാച്ചുറോപ്പതിയാണിത്. അതുകൊണ്ട് ഈ ഒഴുക്കിൽ തന്നെ നമ്മൾ പോകുള്ളൂ. പക്ഷേ ഈ പോകുമ്പോൾ നിയമം തൊട്ട് തുടങ്ങുന്നത് എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ആസനം അപ്പോഴും നമ്മളുടെ അന്തരീക്ഷം നല്ലതായിരിക്കും. ഇങ്ങോട്ട് വരുമ്പോഴും ധ്യാനത്തിലിരിക്കുമ്പോഴും അന്തരീക്ഷം നല്ലതാണ്. ധാരണയിലേക്ക് എത്തുമ്പോഴും ആ അന്തരീക്ഷവും ധ്യാനവും എല്ലാം നമ്മളിലുണ്ട്. ഈ കൊണ്ടുവന്നേക്കുന്നതിന് ഒന്നും കൈവിടാതെയാണ് ഇങ്ങോട്ട് വന്നിട്ട് സമമായിരിക്കുന്ന ധിയിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ യോഗി തലത്തിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ ആ ശാസ്ത്രത്തെ പൂർണ്ണമായും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതാരാണ്, എന്താണ്, എവിടെ നിന്നാണ് ജനിച്ച വീട്ടിൽ നിന്നാണോ മരിച്ച വീട്ടിൽ നിന്നാണോ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അയാൾ കള്ളനാണോ നല്ലവനാണോ യോഗിയാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്, രോഗിയാണോ എന്ന് അറിയാൻ പറ്റുന്നത് ഈ അഷ്ടാംഗയോഗത്തിൻ്റെ ഇതിലൂടെ പോകുമ്പോഴാണ്. അതെ. അപ്പോൾ സന്തോഷിച്ച് പറയുമ്പോഴാണ് ഞാൻ ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയി എന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇത് അറിയാതിരിക്കുന്നിടത്തോളം കാലം ഇതിൽ എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇതെല്ലാം ചേർത്ത് പിടിച്ചിങ്ങോട്ട് പോകണം. ഇത് നാച്ചുറോപ്പതി ആകുമ്പോഴത്തേക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും പ്രയാസപ്പെട്ട് കഠിനമായിട്ട് ചെയ്യേണ്ട. ഈ പ്രകൃതിയെക്കുറിച്ച് അറിയാനും ഈ പ്രകൃതിയെ ആസ്വദിക്കാനും പ്രകൃതിയെ വിശ്വസിക്കാനും നന്നായിട്ട് ശ്വസിക്കാനും പഠിച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ധ്യാനാവസ്ഥയിലേക്കും ഒരു ധന്യമായിരിക്കുന്ന ജീവിതത്തിലേക്കും ഒരിക്കലും ചരിത്രത്തിൽ ഇടം പിടിക്കാത്ത അവസ്ഥയിലല്ല, ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ അഷ്ടാംഗയോഗത്തിലൂടെ സഞ്ചരിച്ചാൽ ലാസ്റ്റ് യോഗി തലത്തിലെത്തും.